കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് കനത്ത നാശം. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ സാധാരണ നിലയിൽ കാണാത്ത അളവ് മഴയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ മാസം 29, 30 തീയതികളിൽ മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം. 4000-ഓളം ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. 6 ലക്ഷത്തോളം വരുന്ന ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചില അപകടകാരികളായിട്ടുള്ള അസുഖങ്ങൾ വന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അത്തരം അസുഖകാരികളായിട്ടുള്ളവരെ പാർപ്പിക്കണമെങ്കിൽ അതിനു പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ തുറന്നത് 16 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. ശക്തമായ മഴയിൽ കോഴിക്കോട് മാവൂർ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ശക്തമായ കടലാക്രമണത്തിൽ എറണാകുളം കണ്ണമാലിയിൽ വീടുകളിൽ വെള്ളം കയറി. പമ്പ നദിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുമെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. മേഘന മുരളി, ആൻ മരിയ സണ്ണി, ടോബി ജോൺസൺ, അരുൺ പൂപ്പറമ്പ, രാഹുൽ വിജയൻ, സുർജിത് അയ്യപ്പത്ത് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ആൻമരിയയിലേക്ക് പോകുന്നു. ആൻമരിയ നിൽക്കുന്നത് കണ്ണമാലിയിലാണെന്ന് തോന്നുന്നു. കണ്ണമാലിയിൽ രൂക്ഷമായ കടലാക്രമണം നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. കണ്ണമാലിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കടൽക്ഷോഭത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് ആൻമരിയ? ഹാഷ്മി, തീവ്രമാണ് ഹാഷ്മി. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ അത് വിവരിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ രീതിയിലേക്ക് ഇവിടം കടന്നു പോയിരിക്കുകയാണ്. നമ്മളിതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ഈ കണ്ണമാലി പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എത്രത്തോളം ശക്തമായിട്ടാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ സമീപത്തെ വീടുകളിലെല്ലാം മുഴുവനായിട്ട് നമ്മൾ ആ വീടുകളിലെല്ലാം കയറി നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ വീടുകളിലെല്ലാം സാധനങ്ങളെല്ലാം അവർ ഇനി കയറ്റിവെക്കാവുന്നതിന്റെ പരമാവധി മുകളിലേക്ക് അവർ കയറ്റി വെച്ചിരിക്കുകയാണ്. അവർ നമ്മളോട് പറയുന്നത് ഇനി ഏത് രീതിയിലേക്ക് പോകണമെന്ന് അവർക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു വർഷത്തിൽ 6 മാസം ഉണ്ട് എങ്കിൽ 6 മാസം അവർ വെള്ളത്തിലായിരിക്കും. ബാക്കി വരുന്ന 6 മാസം അവർ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ ചെലവഴിച്ച് സാധനങ്ങളെല്ലാം പുതുതായിട്ട് മേടിച്ചുകൊണ്ട് വേണം പിന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരുമെന്ന് പോലും അറിയത്തില്ല. ഈ രീതിയിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. കാരണം അത്രത്തോളം തീവ്രമാണ് ഇവിടുത്തെയുള്ള ഈ കാഴ്ച. അത് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തവുമാണ്. ഇതിന്റെ പല ഭാഗത്തായിട്ടും തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ണമാലിയിൽ വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള അവരൊരു പ്രതിഷേധവും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ പോലും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് ഈ ടെട്രാപോഡുകൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്നതിൽ ഘട്ടം ഘട്ടമായിട്ട് അവർ പോകുമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് അതിനൊരു കാലതാമസം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് അത് വലിയ തരത്തിലുള്ള രോക്ഷമാണ് ഇവിടുത്തെ ആളുകളിലേക്ക് ഉണ്ടാക്കുന്നത്. ചേട്ടാ, ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, പല സമയത്തായിട്ട് വരുന്നതാണ്. ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇവിടെ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കൊക്കെ ആൾക്കും കക്കൂസ വരെ നിറഞ്ഞു കിടക്കുന്നത്. സത്യം പറഞ്ഞു, പിന്നെ ഇവിടെ 1 തൊട്ട് 10 വരെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. എന്നിട്ട് പോലും ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ 5-8 വർഷമായി 5-8 വീട് ഇവിടെ നിന്ന് പോയിട്ട് അവരെല്ലാം വാടക. ഇവരെന്താണെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ വരെ ഇന്നലെ കയറിയിട്ട് ഇവിടെ കുറേ വീടുകൾ ഇന്നലെ വൈകിട്ട് കുറേ വീടുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. കഞ്ഞുകൂടി വെക്കാൻ വേണ്ടി കൊടുത്തില്ല. ഞങ്ങൾക്ക് 2 പൊതി ചോറിന് വേണ്ടിയല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ ടെട്രോപ്പേഡ് വേണം. എങ്ങനെയാലും ഞങ്ങൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടാത്മഹത്യ തെളിയും. അല്ലാതെ ഞങ്ങൾക്ക് ഇനി മാർഗ്ഗമുള്ളൂ. അല്ലാണ്ട് ഞങ്ങളുടെ മക്കൾ കൂടി പഠിക്കാൻ പോകില്ല. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുക. പഠിക്കാൻ പോകില്ല. ബാഗും സാധനങ്ങളെല്ലാം വീടുകളിൽ നനഞ്ഞു പോകണം. ഞങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങളൊന്ന് പരിഹാരം കാണിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി വേറെ ഒന്നും വേണം. ഞങ്ങൾക്ക് ഒരു മുട്ടങ്ങളുടെ ആൾക്കാരോട്ട് ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ അപേക്ഷിക്കണിത്, ഞങ്ങളുടെ അപേക്ഷയാണിത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മരണമാണുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുന്ന് പഠിക്കും. ഈ മെട്രോ പണിയാൻ 4 പണിയാണ്. മെട്രോൻ്റെ ഒരു കാലിൻ്റെ പകുതി പൈസ ആയാലും ഇവിടെ പണിയാണ്. ഇനി മേൽപ്പാലം പണിയാൻ പകുതി പൈസ കൊടുക്കണ്ട. ഇവിടെ പണിയാണ് ഒരു മുട്ട് പണിയാൻ അത്ര അതിൻ്റെ കാഭാഗം പൈസ മതി. മെട്രോൻ്റെ കാലിൻ്റെ താഴത്ത് കൊടുക്കുന്ന പൈസ മതി. ഇതാരും തിരിഞ്ഞു നോക്കല്ലേ. ഞങ്ങളെ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ആത്മഹത്യ തെളിഞ്ഞോളൂ. വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് പഠിക്കണം. ഞങ്ങൾ മത്സരത്തോടെ മക്കൾക്ക് പഠിക്കണം. ഇവിടെ നിങ്ങളുടെ മക്കൾക്കെല്ലാം വെവ്വേറെ സ്കൂളുകളിൽ പോയി പഠിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. മത്സരത്തോടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ തുറന്നുള്ളൂ. വേറെ ഒന്നും വേണ്ട. ഒരു പുല്ലുമുട്ടത്തെ ആൾക്കാരെ വിട്ടിട്ട് വരാൻ പറഞ്ഞ കളക്ടർ പറഞ്ഞ് ജാനുവരി പണി തുടങ്ങാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് ജാനുവരി കഴിഞ്ഞ് മെയ് ആണിത്. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ഇവിടെ ഇത് അംഗനവാടിയാണ് ഞാൻ നിൽക്കുന്നത്. ഈ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുമോ? ഇവരുടെ മക്കൾക്ക് പഠിക്കുന്നത് വേറെ ലെവലിലാണ്. അതുപോലെ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പുൽമുട്ട് പറ്റിയ തന്നെ പറ്റൂ. ഇവിടെ അല്ല, ഞങ്ങൾക്ക് ഈ കണ്ണമാടി ദേശത്തേക്ക് ഉണ്ട്. 8-ാം വാർഡ് ഇത്. ഇവിടെ മെമ്പർമാരുണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ഈ വാർഡിൽ പ്രസിഡന്റാണ് മെമ്പർ. ഈ വാർഡിൽ പ്രസിഡന്റാണ് 8-ാം വാർഡ്. അത് പുള്ളി തിരിഞ്ഞു നോക്കാറില്ല. പുള്ളി വന്ന 2020 എന്ന് പറഞ്ഞ പ്രസ്ഥാനമായിട്ട് ഇവിടെ ആദ്യമായിട്ടുള്ള അങ്ങനെ ഇതില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ഇതിനകത്ത് സതീശൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സതീശനും മുരളീധരനും വന്ന് ഏറ്റവും സങ്കടകരമായ കാര്യങ്ങളോ പറയുകയാണ് അവർ. ഇത് ആദ്യമായി പറയുന്നതുമല്ല. കണ്ണമാലിയിലും ചെന്നാലത്തും ഒക്കെയുള്ള ആ മേഖലയിലെ തീരദേശ ജനതയുടെ ദുരിതത്തിന് അതിന് 1-2 വർഷമൊന്നുമല്ല, പതിറ്റാണ്ടുകളുടെ പഴക്കമാണ്. പതിറ്റാണ്ടുകൾ അവർ പറയുന്ന അതേ ആവശ്യം അവർ ഇപ്പോഴും
ഓരോ മഴക്കാലത്തും ഓരോ കടൽക്ഷോഭ കാലത്തും അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ദൗർഭാഗ്യകരമാണ് എന്നേ പറയാൻ കഴിയൂ. രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, ഇടുക്കിയിലെ മഴാവസ്ഥ എങ്ങനെയാണ്? ഇവിടുത്തെ ഈ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഷട്ടർ തകരാറെന്തോ സംഭവിച്ചോ രാഹുൽ? അശ്മി, ഇടുക്കി ജില്ലയിലെ മഴയ്ക്ക് കാര്യമായ ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ അങ്ങനെയല്ലായിരുന്നു. അതിതീവ്ര മഴ പല മേഖലയിലും പെയ്തിരുന്നു. അതിന്റെ നാശനഷ്ടങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായും മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്നതായിരുന്നു. മാത്രമല്ല ഈ ഇലക്ട്രിക് പോസ്റ്റുകളിലേക്ക്, ലൈൻ കമ്പികളിലേക്കൊക്കെ ഇത് പൊട്ടി മരം ഒടിഞ്ഞു വീണ് ലൈൻ കമ്പികളൊക്കെ പൊട്ടി പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധമില്ലാത്ത അവസ്ഥ കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ കട്ടപ്പന തൊപ്പിപ്പാളയ്ക്കടുത്ത് പെരിയോൻ കവലിൽ ഒരു വീടിന്റെ ഷീറ്റ് പറന്നുപോയി, അതായത് മേൽക്കൂര പറന്നുപോയി. അത്രയും കനത്ത കാറ്റ് ഹൈറേഞ്ച് മേഖലയിൽ വീശുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക. എന്തായാലും നിലവിൽ എല്ലാത്തിനും നേരിയൊരു ശമനം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മലങ്കര ഡാമിന്റെ കാര്യം, കഴിഞ്ഞ ദിവസം അത് മുന്നറിയിപ്പില്ലാതെ തുറന്നിരുന്നു. അത് ചെറിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിന് ഇടയാക്കി എന്നുള്ള കാര്യം ശരിയാണ്. ഇപ്പോഴെന്തായാലും കൃത്യമായ വിവരങ്ങൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഓരോ സെന്റിമീറ്റർ ഉയർത്തുമ്പോഴും അതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മുന്നറിയിപ്പായി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. തൊടുപുഴയാറിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിക്കാൻ വേണ്ടപ്പെട്ട അധികൃതരോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മലങ്കര ഡാമിന്റെ ഒരു ഷട്ടർ, അതിന്റെ ഒരു ക്ലിപ്പ് കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ അത് ഉയർത്താൻ കഴിയുന്നില്ല. 1-ാം നമ്പർ ഷട്ടറാണ് ഉയർത്താതിരിക്കുന്നത്. അത് മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല എന്നുള്ളതാണ് MVIPയുടെ അധികൃതർ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം മലങ്കര ഡാമിലാണെങ്കിൽ പോലും ഇല്ല. മഴ തോർന്നു, ഒരു നേരിയ ശമനം ഉണ്ടായിരിക്കുന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഓക്കെ, രാഹുൽ വിജയനാണ് ഇടുക്കിയിലെ മഴ സാഹചര്യവും മലങ്കര ഡാമിൻ്റെ ഷട്ടറുകളെ കുറിച്ചും പറഞ്ഞത്.